നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷിയോഗം. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകും. MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം തേടി നിരീക്ഷകർ മടങ്ങി. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. VDയെ പിന്തുണച്ച് സംസ്ഥാനത്ത് പലയിടത്തും പ്രകടനം. ചർച്ച തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. തെരഞ്ഞെടുപ്പ് തോൽവി അപ്രതീക്ഷിതമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും പിണറായി വിജയൻ. ജനങ്ങളെ നേരിട്ട് കേൾക്കും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും. പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിക്കുമെന്നും പിണറായി വിജയൻ. BJP 3 ജയിച്ചത് ഗൗരവതരമെന്ന് വിലയിരുത്തൽ. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തമിഴ്നാട്ടിൽ വിജയ്ക്ക് വീണ്ടും പ്രതിസന്ധി. ഔദ്യോഗിക അറിയിപ്പുമായി ലോക്ഭവൻ. വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശവാദം. TVK സർക്കാർ രൂപീകരിക്കട്ടെ എന്നും 6 മാസം കാത്തിരിക്കുമെന്നും MK സ്റ്റാലിൻ. പശ്ചിമബംഗാളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നതിന് പിന്നാലെ പ്രതിഷേധം. വെടിയുതിർത്തത് ബൈക്കിലെത്തിയ സംഘം. കൊലപാതകം തൃണമൂലിന്റെ അറിവോടെയെന്ന് BJP. CBI അന്വേഷണം വേണമെന്ന് കുടുംബം. അപലപിച്ച് TMC. BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാളെന്ന് സൂചന. മന്ത്രിസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി. ഇറാനുമായുള്ള അന്തിമ സമാധാന കരാർ ഉടനെന്ന് അമേരിക്ക. ചർച്ചകൾ പോസിറ്റീവ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം. വ്യവസ്ഥ അംഗീകരിച്ചാൽ ഇറാനുമായി മികച്ച വാണിജ്യ ബന്ധം സ്ഥാപിക്കാമെന്ന് അമേരിക്ക. ആണവ പദ്ധതിക്ക് പരിധി നിശ്ചയിക്കുക ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ പൂർത്തിയാക്കി AICC നിരീക്ഷകർ മടങ്ങി. റിപ്പോർട്ട് ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് നൽകാനാണ് നീക്കം. MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടി. ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും VD സതീശന് അനുകൂല നിലപാടാണ് അറിയിച്ചത്. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നത് പൊതുവികാരമെന്ന് മുസ്ലിം ലീഗും സിറ്റിംഗ് MLA വേണമെന്ന് ജോസഫ് ഗ്രൂപ്പും ഉപതെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് RSPയും ചൂണ്ടിക്കാട്ടി. അതേസമയം MLA-മാരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യമെന്ന് നിരീക്ഷകരും വ്യക്തമാക്കുന്നു. That we had a legislative party meeting and one line resolution was passed authorizing the Congress leadership. Congress take a decision on behalf of the Congress MLAs. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. And in the evening we are leaving for Delhi. We will submit our report and then we are hopeful that decision will be taken soon. To meet all our colleagues. We were here to meet our party MLAs. The meeting went on very well. The first item which the Congress legislators decided was to unanimously pass a resolution which was moved by the KPCC president and seconded by the മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ നേതാക്കൾക്കായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വ്യക്തത വരാതെ നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ഫ്ലക്സ് പോരാട്ടത്തിന് ഇന്നും സംസ്ഥാനത്ത് കുറവുണ്ടായില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും കൊച്ചിയിലും ഫ്ലക്സുകൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനെ പിന്തുണച്ച് KPCC ഓഫീസിന് മുന്നിലാണ് ഫ്ലക്സ് ഉയർന്നത്. വി വാർഡ് KC എന്ന എഴുത്തോടെ കായംകുളം മുൻ മണ്ഡലം പ്രസിഡന്റ് A നൌഷാദ് ഖാനാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. തൃശൂർ നഗരത്തിൽ KC വേണുഗോപാലിന് മാത്രമല്ല VD സതീശന് വേണ്ടിയും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. KC വേണുഗോപാൽ നയിക്കുമെന്നാണ് ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങൾ. VD സതീശന്റെ ചിത്രത്തിന് താഴെ അവർ CM എന്നാണ് എഴുതിയിരിക്കുന്നത്. MG റോഡിലും തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപവുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. VD സതീശനായി കൊച്ചി നഗരത്തിലും ഫ്ലക്സ് ഉയർന്നു. മനസ്സിൽ നന്മയുള്ളവൻ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോടെയാണ് ഫ്ലക്സ്.
എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പട നയിച്ചവൻ നാടു ഭരിക്കട്ടെ എന്ന കുറിപ്പോടെ പറവൂരിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. VD സതീശനായി കോട്ടയത്തും ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. കോട്ടയം പ്രസ് ക്ലബിന് മുമ്പിലായി VD നിലപാടുകളുടെ രാജകുമാരൻ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എരുമേലി പമ്പാവാലിയിൽ VD സതീശനായി പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മുൻ പഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് അടക്കമുള്ള ആളുകൾ പ്രകടനത്തിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കണ്ണൂരിൽ തെരുവിലിറങ്ങി VD സതീശൻ അനുകൂലികൾ. KPCC പ്രസിഡന്റിന്റെ ശക്തി കേന്ദ്രമായ ഇരിട്ടിയിലാണ് VD അനുകൂലികൾ പരസ്യ പ്രകടനവുമായി എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം VD സതീശനും ചേർന്നുള്ള പ്ലക്കാർഡുകളും പ്രവർത്തകർ ഉയർത്തി. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് മാത്യു കുഴൽനാടൻ. ഏറ്റവും നീതിയുക്തവും ജനാധിപത്യവുമായ തീരുമാനം ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. ആരും ലക്ഷ്മണ രേഖ കടക്കരുതെന്നും പരസ്പര ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന് മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയുമോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി പിണറായി വിജയൻ. ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലാണ് പിണറായി മൗനം വെടിഞ്ഞത്. ജനവിധിയെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു, മികച്ച വിജയം നേടിയ UDFനെ അഭിനന്ദിക്കുന്നുവെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പതിനൊന്ന് മണിക്കൂർ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നടന്ന വിശാല LDF യോഗം. ഫലം വന്ന് നാൾ പിന്നിട്ടപ്പോൾ പിണറായി വിജയൻ മൗനം വെടിഞ്ഞു. ഫേസ്ബുക്കിലെ നീണ്ട കുറിപ്പിൽ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു വെച്ചു. LDFന് തീർത്തും അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. എങ്കിലും വലിയൊരു ജനവിഭാഗം മുന്നണിക്കൊപ്പം നിന്നത് ആത്മവിശ്വാസം നൽകുന്നതാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും പിണറായി കുറിപ്പിൽ പറയുന്നു. പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കൊപ്പം മാധ്യമങ്ങളുടെ ഇടപെടലും തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് പറഞ്ഞു വെച്ച് മാധ്യമങ്ങളെ വിമർശിച്ചു പിണറായി. കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ വിജയിച്ച UDFനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. BJPയുടെ 3 സീറ്റ് വിജയത്തിന്റെയും കേരളത്തിൽ മതനിരപേക്ഷതയ്ക്കേറ്റ പരാജയത്തിന്റെയും ഗൗരവം പറഞ്ഞു വെക്കുമ്പോൾ അടിമുടി തിരുത്തുണ്ടാകുമെന്ന ഉറപ്പും പിണറായി പങ്കുവച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലെ പരാജയം അതിസൂക്ഷ്മമായി വിശകലനം ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജനങ്ങളുടെ വിശ്വാസത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച് LDF തിരുത്തും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നില്ലെന്നും ശൈലി തിരിച്ചടിയായോ എന്ന് പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എന്താണ് തിരിച്ചടിക്ക് കാരണം? തോൽവിക്ക് കാരണം എന്താണ്? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല, എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചു. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്ന അഭിപ്രായം LDFനില്ല. LDFിലെ പാർട്ടികൾ എല്ലാ ഘടകങ്ങളിലും ചർച്ച നടത്തും. ജൂൺ അവസാനത്തോടെ എല്ലാം പഠിച്ച് വ്യക്തത വരുത്തും. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് TP രാമകൃഷ്ണൻ. അല്ല, ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ഇത്രയും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവര് മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അതിനുശേഷം മന്ത്രിമാരൊക്കെ അവർ അനൗൺസ് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കുക. അത് CPM ആണ് തീരുമാനിക്കുക. നേതൃത്വത്തിനെതിരായ വിമർശനവും പോസ്റ്റർ പ്രദർശനവും അപ്പാടെ തള്ളി LDF കൺവീനർ. ശൈലിയാണോ തിരിച്ചടിയായതെന്നടക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തിരുത്തണമെന്നതാണ് മുന്നണി യോഗത്തിന്റെ പൊതുധാരണ. വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നും ഒന്നിച്ചു നിന്നാൽ ശക്തിയോടെ തിരിച്ചുവരാൻ കഴിയുമെന്നും മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് എം.എ. ബേബി. സഖാക്കൾക്ക് പാർട്ടി യോഗങ്ങളിൽ തുറന്നടിച്ച് പ്രതികരിക്കാം. മുൻധാരണകളില്ലാതെ എല്ലാവരെയും കേൾക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. CPI ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കരുത്തുണ്ടാകുമെന്നതിൽ സംശയമില്ലെന്നും എം.എ. ബേബി പറഞ്ഞു. അസാധാരണമായൊരു തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDF-നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ തരത്തിൽ പാർട്ടി ഒന്നടങ്കം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് സത്യസന്ധമായും നിർഭയമായും മുൻവിധികളൊന്നും കൂടാതെയും പരിശോധിച്ച് ആ പരിശോധനയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ നേതൃത്വ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ് സാധാരണ. പശ്ചിമബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ട് ഗവർണർ RN രവി. തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമതാ ബാനർജി തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ നടപടി. ജനവിധി അട്ടിമറിച്ചതാണെന്ന നിലപാടിൽ തുടർന്ന മമതാ ബാനർജി മുഖ്യമന്ത്രി പദം രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ്. അതേസമയം BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. തൃണമൂൽ നേതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ ബംഗാളിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കൊൽക്കത്തയ്ക്ക് സമീപം മധ്യഗ്രാമിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ ആക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു വീഴ്ത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്നും CBI അന്വേഷണം വേണമെന്നും BJPയും ചന്ദ്രനാഥ് രഥിന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. 15 വർഷത്തെ ജംഗിൾ രാജിന്റെ ഫലമാണിതെന്നും BJP സർക്കാർ ഗുണ്ടകളെ ഇല്ലാതാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. 2-3 दिन रेकी करके फुल्ली प्री प्लान्ड मर्डर, पुलिस ने इन्वेस्टिगेशन चालू किया, स्टेट का सीनियर पुलिस ऑफिसर है। हम लोग बहुत पेनफुल हार्ट में ये जो मर्मांतिक हादसा हुआ इसका निंदा करने का कोई भाषा हम लोग का पास नहीं है. ബഷീർഹാട്ട് മേഖലയിൽ മറ്റൊരു BJP പ്രവർത്തകനും വെടിയേറ്റു. രോഹിത് റോയ് എന്ന യുവാവിനാണ് വെടിയേറ്റത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. അതേസമയം പരാജയം നേരിട്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന വാശിയിലാണ് മമതാ ബാനർജി. ഗവർണർ ഇടപെട്ട് നടപടി സ്വീകരിച്ചേക്കും. ബംഗാളിൽ പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് BJP വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവും വാദവുമായി TVK അധ്യക്ഷൻ വിജയ് ഗവർണറെ കണ്ടു. എന്നാൽ കടുത്ത നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ നടന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലും സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം TVKക്ക് ഇല്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെയാണ് അധ്യക്ഷൻ വിജയ് നീക്കങ്ങൾ ഊർജിതമാക്കിയത്. AIADMKയിലെ ഒരു വിഭാഗം MLAമാരുമായി TVK ചർച്ചകൾ നടത്തുന്നതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ്ക്ക് പിന്തുണ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന 28 AIADMK MLAമാരെ പുതുച്ചേരിയിലെ സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുതിർന്ന നേതാവ് CV ഷൺമുഖത്തെ പിന്തുണയ്ക്കുന്നവരാണിവർ. ഷൺമുഖത്തിന് ഉപമുഖ്യമന്ത്രി പദവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളും നൽകാമെന്ന വാഗ്ദാനം ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ വിജയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഇതിനു പുറമെ ചെറുകക്ഷികളായ CPM, CPI, VCK എന്നിവരുടെ പിന്തുണയും TVK തേടിയിട്ടുണ്ട്. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ വിജയ്ക്ക് നിലവിൽ 5 കോൺഗ്രസ് MLAമാരുടെ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമുണ്ടായാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്നതിനെക്കുറിച്ചും വിജയ് ആലോചിക്കുന്നുണ്ട്. അതിനിടെ AIADMK സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടങ്ങിയതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രജനീകാന്തിനെ മുൻനിർത്തി DMKയും നീക്കങ്ങൾ സജീവമാക്കിയതായി അഭ്യൂഹമുണ്ട്. ഇന്നലെ രജനീകാന്ത് സ്റ്റാലിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് മുതിർന്ന DMK നേതാവ് രജനീകാന്തിന്റെ വീട്ടിലെത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കങ്ങൾ സജീവമാകുന്നു. ഇറാനുമായി സമാധാന കരാർ ഉടൻ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കം അമേരിക്ക താൽക്കാലികമായി മരവിപ്പിച്ചു.
യുദ്ധം അവസാനിപ്പിക്കാൻ 14-ന് ധാരണാപത്രത്തിൽ വൈറ്റ് ഹൗസ് ഒപ്പുവയ്ക്കുമെന്ന് US വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സമാധാനത്തിന് സന്നദ്ധമാണെങ്കിലും ഇറാൻ പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇറാൻ തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന വ്യവസ്ഥയിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ തിരികെ നൽകുന്നതും ചർച്ചയിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം കൊയ്ത് ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് വിമാന കമ്പനി. ഇതിന് പിന്നാലെ ജീവനക്കാർക്ക് വമ്പൻ ബോണസും കമ്പനി പ്രഖ്യാപിച്ചു. 20 ആഴ്ചത്തെ ശമ്പളമാണ് ബോണസായി ജീവനക്കാർക്ക് നൽകുന്നത്. നേരത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 14 ആഴ്ചത്തെ ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ജീവനക്കാർക്കുള്ള അപ്രതീക്ഷിത സമ്മാനം. വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങളിൽ ജീവനക്കാർ പ്രകടിപ്പിച്ച അർപ്പണബോധത്തിനും ആത്മാർത്ഥതയ്ക്കും എമിറേറ്റ്സ് എയർലൈൻസ് ആൻഡ് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം നന്ദി അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ലാഭകരമായ വിമാന കമ്പനി എന്ന സ്ഥാനം എമിറേറ്റ്സ് നിലനിർത്തി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളും എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ജിലീബ് അൽ ഷുയൂബ് പ്രദേശത്തെ 42 പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ആരംഭിച്ചു. ഫർവാനിയ ഗവർണറേറ്റ് നഗരസഭയുടെ സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗം തലവൻ എഞ്ചിനീയർ മുബാറക് അൽ വതാരിയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ ആരംഭിച്ചത്. ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്തെ ബ്ലോക്ക് 1, 2, 3, 4, 10, 13 എന്നിവിടങ്ങളിലുള്ള പഴകിയതും സുരക്ഷാ ഭീഷണി നേരിടുന്നതുമായ 42 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നഗരസഭാ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസ്ഫോർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്ന് നഗരസഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. കുവൈറ്റിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ രേഖകളിൽ തിരിമറി നടത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ക്രിമിനൽ സംഘത്തിന് കുവൈറ്റ് കോടതി 3 മുതൽ 5 വർഷം വരെ കഠിന തടവ് വിധിച്ചു. വാഹനങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ മറച്ചുവെച്ച് വ്യാജരേഖകൾ ചമയ്ക്കുകയും സാധാരണക്കാരെ കബളിപ്പിച്ച് വാഹനങ്ങൾ വിൽക്കുകയും ചെയ്തതിനാണ് നടപടി. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കൃത്രിമം കാണിച്ച് 54 വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ രേഖകൾ തിരുത്തിയ ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥനാണ് കേസിലെ പ്രധാന പ്രതി. വാഹനങ്ങൾക്ക് നിലവിലുള്ള ഗഡുക്കളായ പണമടവ് ബാധ്യതകൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്താണ് ഇയാൾ തട്ടിപ്പിന് കളമൊരുക്കിയത്. ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഒരു കാർ റെന്റൽ കമ്പനി ഉടമയും മറ്റ് 3 പേരും ചേർന്ന് വാഹനങ്ങൾ വിൽക്കുകയും ലാഭം കൊയ്യുകയും ചെയ്തു. ഗഡുക്കൾ ബാക്കിയുണ്ടെന്ന വിവരം അറിയാതെ വാഹനങ്ങൾ വാങ്ങിയ നിരപരാധികളായ ആളുകളാണ് തട്ടിപ്പിനിരയായത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വല വിജയം മക്കയിലെ ഹാജിമാർക്കൊപ്പം പങ്കുവച്ച് OICC മക്ക. മക്കയിലെ അസിസിയയിൽ OICC മക്കയുടെ നേതൃത്വത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. UDFന്റെ ചരിത്രപരമായ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രവർത്തകർ വിശുദ്ധ ഭൂമിയിലെത്തിയ 100 കണക്കിന് ഹാജിമാർക്ക് പായസം വിതരണം ചെയ്തു. KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിമോൻ കക്കിയ, OICC പ്രസിഡന്റ് നൌഷാദ് പെരുന്തലൂർ എന്നിവർ സംസാരിച്ചു. മക്കയിൽ കെട്ടിടത്തിനുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് മലയാളി മരിച്ചു. കാസർഗോഡ് സ്വദേശിയും KMCC പ്രവർത്തകനുമായ PP മുഹമ്മദ് കുഞ്ഞിയാണ് മരിച്ചത്. മക്ക CCIയിലെ ഉമുൽ ഖുറ യൂണിവേഴ്സിറ്റിക്ക് സമീപം മുഹമ്മദ് കുഞ്ഞി താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. താമസ സ്ഥലത്ത് ആകസ്മികമായി ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മുറിയിലേക്ക് ആളിപ്പടർന്ന പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ 2 പേരും ഈ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ദുബായിലെത്തുന്ന സന്ദർശകരുടെയും താമസക്കാരുടെയും ഇഷ്ടയിടങ്ങളിലൊന്നായ മംസാർ ബീച്ച് കൂടുതൽ സൗകര്യങ്ങളോടെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കുടുംബത്തിനൊപ്പം ഒഴിവ് സമയം ആസ്വദിക്കാനും വ്യായാമത്തിനുമുള്ള സൗകര്യങ്ങൾ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. 500 മില്യൺ ദിർഹം മുതൽ മുടക്കിലാണ് അൽ മംസാർ ബീച്ചിന്റെ വികസന പ്രവർത്തനങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വികസനം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കുടുംബത്തിനൊപ്പം ഒഴിവു സമയം ചിലവിടുന്നതിനും വ്യായാമത്തിനുമുള്ള സൗകര്യങ്ങളും 5 കിലോമീറ്ററിലേറെ നീളുന്ന നടപ്പാതയും സൈക്കിൾ ട്രാക്കും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നീന്തൽ ഇഷ്ടമുള്ളവർക്ക് രാത്രി സമയം ഉൾപ്പെടെ 24 മണിക്കൂറും അതിനുള്ള സൗകര്യമുണ്ട്. മുമ്പത്തേക്കാൾ 100% വിസ്തൃതിയിലാണ് ബീച്ച് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. പാഡിൽ കോർട്ട്, വോളിബോൾ, ഫുട്ബോൾ കോർട്ടുകൾ എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള നടപ്പാതയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ബാർബിക്യൂ സോൺ, ജെറ്റ് സ്കീയിങ്, കയാക്കിംഗ്, പാഡിൽ ബോട്ട്, ഫ്ലൈ ബോർഡിംഗ് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിനോദത്തിനുള്ള സൗകര്യങ്ങളും ഖോർ അൽ മംസാർ ബീച്ചിലുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
അബുദാബിയിൽ നടന്ന മേക്ക് ഇറ്റ് ഇൻ ദിസ് എമിറേറ്റ് പ്രദർശനമേള സമാപിച്ചു. 10ലേറെ വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള 1000ലേറെ കമ്പനികളാണ് മേളയിൽ അണിനിരുന്നത്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള ഒരുക്കിയത്. UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മേളയിൽ സന്ദർശനം നടത്തി. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്ക് ഇറ്റ് ഇൻ ദ എമിറേറ്റ്സിന്റെ 5ാമത് പതിപ്പ് അബുദാബിയിൽ നടന്നത്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന മേളയിൽ 12 വ്യാവസായിക മേഖലകളിൽ നിന്നായി 1245ലേറെ കമ്പനികൾ പങ്കെടുത്തു. പങ്കെടുത്തവയിൽ 60ലേറെ ശതമാനവും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളായിരുന്നു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന 5000ലേറെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും മേളയിൽ സന്ദർശനം നടത്തി. ഇരുവരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോൾ. പരസ്പരമുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇരു നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ ഹൃദയസ്പർശിയായ കുറിപ്പും പങ്കുവച്ചു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഒപ്പമുണ്ടായിരുന്നു. മേള ഇന്ന് സമാപിച്ചു. അമൃത ന്യൂസ്, അബുദാബി. മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ വിയോഗത്തിൽ കേരള പ്രസ് ക്ലബ്ബ് കുവൈറ്റ് അനുശോചിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കുവൈറ്റിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, അമൃത TV, ജയ്ഹിന്ദ് എന്നീ മാധ്യമ സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു. ഇന്ത്യൻ വോളിബോൾ താരം മനു ജോസഫ് സഹോദരനാണ്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയോരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയുടെ തീരത്തുള്ള 88 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പന്നിയാർ പുഴയോരത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന നിയമ നടപടികൾക്കൊടുവിലാണ് പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത്. 2 വർഷം മുൻപ് റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്ത കെട്ടിടങ്ങൾ ആദ്യം പൊളിച്ചു തുടങ്ങി. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിച്ച ആരാധനാലയങ്ങളും ഇതോടൊപ്പം പൊളിച്ചു മാറ്റി. ഈ പ്രദേശത്ത് 29 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഇവർക്ക് വീടൊഴിയാൻ റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ മതിയായ സമരം അനുവദിച്ചിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പലരും വീടൊഴിയാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് റവന്യൂ അധികൃതർ JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളുമായി നേരിട്ടെത്തിയത്. ഒരു പുഴയോരത്ത് നമ്മൾ ഇതിനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്പെക്റ്റിലാണ് ആദ്യം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ഈ നടപടി സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഒന്നാമത് കോടതികളുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിന്റെ സമയപരിധി അവസാനിച്ചതാണ്. അതുകൊണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിന്റെ നടപടി കർശനമായതോടെ താമസക്കാർ തങ്ങളുടെ വീട്ടുപകരണങ്ങളും മറ്റും സ്വമേധയാ എടുത്തുമാറ്റി വീടൊഴിയാൻ ആരംഭിച്ചു. പലരും കണ്ണീരോടെയാണ് തങ്ങൾ വർഷങ്ങളായി താമസിച്ചിരുന്ന ഇടം വിട്ടുപോയത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. മെയ് 11 വരെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 7 മുതൽ 11 വരെയാണ് നിലവിലെ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് പ്രകാരം വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. 9-ാം തീയതി ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 11-ാം തീയതി തിങ്കളാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
കൊല്ലത്ത് ഭാര്യയെയും മകളെയും ആസിഡൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 31 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശിയായ ജയനെയാണ് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യയോടുള്ള സംശയമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തിയത്. ഭാര്യ ജോലി ചെയ്തിരുന്ന കൂട്ടിക്കട അമ്മാച്ചൻമുക്കിലെ ലോട്ടറി കടയിലെത്തി ആദ്യം മർദ്ദിച്ചു. തുടർന്ന് രാത്രി റബ്ബറിന് ഉപയോഗിക്കുന്ന ആസിഡുമായെത്തി വീട്ടിൽ കടന്ന് ഭാര്യയുടെയും കുട്ടിയുടെയും ശരീരത്തിൽ ഒഴിച്ച ശേഷം കടന്നു കളഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ജയനെ ഇരവിപുരം പോലീസ് പിടികൂടിയെങ്കിലും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി വീണ്ടും മുങ്ങി. തുടർന്ന് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കോട്ടയത്ത് നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. ജയിലിൽ തുടരവെ വിചാരണ പൂർത്തിയാക്കി. കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദ് പ്രതിക്ക് 31 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. IPL കലാശപ്പോരാട്ടം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് മാറ്റിയ BCCIയുടെ തീരുമാനത്തിൽ പ്രതികരണവുമായി കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര. സുരക്ഷാ കാരണങ്ങളാലാണ് വേദി മാറ്റിയതെന്ന വാദങ്ങളെ കർണാടക ആഭ്യന്തരമന്ത്രി തള്ളി. തീരുമാനത്തിന് പിന്നിൽ സാമ്പത്തിക ലാഭവും സ്റ്റേഡിയത്തിലെ സീറ്റുകളുടെ കുറവുമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.